അയാൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുഡ് ന്യൂസിൻ്റെ ഒരു ചാകര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഗുഡ് ന്യൂസ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക അവിടെ ജയിലിൽ കിടക്കുകയാണ്. ഈ സുകുമാരി മുത്തശ്ശിക്കാണെങ്കിൽ ജയിലിൽ കിടന്ന് മുന്നേ പരിചയമില്ലാത്തതിൻ്റെ കുറേ എക്സ്പീരിയൻസ് കുറവ് അവിടെ കാണിക്കുന്നുണ്ട്. കാരണം അവിടെ സെല്ലിൽ പോയിട്ട് ബെഡും തലയണയും വേണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവർ ആ തറയിൽ കിടന്ന് അങ്ങനെ കാലൊഴിഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കാരണം കാല് നന്നായിട്ട് കടയുന്നുണ്ട് ആ തറയിൽ കിടന്നുകൊണ്ട് തന്നെ. ഇതൊക്കെ കണ്ടിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി നമ്മൾ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ നന്നായിട്ട് നമ്മൾ തല്ലി പെരുമാറും എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇടീ പ്രിയങ്കയെ നമ്മൾ ഈ കള്ളക്കേസിൽ പെട്ടിട്ട് എങ്ങാനും ജയിലിൽ വന്നാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പെട്ടാൽ അതൊരു പെട്ടതാണ്. കാരണം സത്യം പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ സത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണ്ടേ, നമ്മളത് ചെയ്തിട്ട് പോലുമില്ല, പിന്നെ എന്തെടുത്ത് പറഞ്ഞാൽ വെക്കാനാണ് ഇവിടെ. അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ട അവസ്ഥയിലാണ് എടി. പിന്നെ അവർ നിന്നെ തല്ലുന്ന സമയത്ത് ഞാൻ കുറേ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വല്ല ഒന്ന് എസ്കേപ്പ് ആക്കിക്കണം എന്നൊക്കെ സുകുമാരി മുത്തശ്ശി അങ്ങ് അഡ്വാൻസ് ആയിട്ട് പ്രിയങ്കനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നോക്കുകയാണ്. കാരണം പുറത്തുനിന്ന് ആരെങ്കിലും ഒരു അഡ്വക്കേറ്റെങ്കിലും വന്നിട്ടൊന്ന് വാദിക്കണമെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു പറയണമെങ്കിൽ ആരുമില്ല. കാരണം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോ വഴിക്കാണ്. ആ മോഹനാണെങ്കിൽ അയാളും ജയിലിലാണ്. പിന്നെ ഗൗതമിൻ്റെ ഒരു വിവരവും. പിന്നെ ഉള്ളത് ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ ആകെപ്പെട്ട അവസ്ഥയിലാണ് ഉള്ള ശരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവൻ ഡ്രഗ് ഡീലറാണ്. ഡ്രഗൊക്കെ വിതരണം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവൻ അപ്പം തന്നെ മുങ്ങി എന്നൊക്കെ ആ പോലീസുകാർ പറഞ്ഞ് കേട്ട അറിവാണ് ഇവർക്ക്. അപ്പോൾ ഇവരെ കൂടെ ഇപ്പോൾ ആരുമില്ല, ആകെ കുടുങ്ങി കിടക്കുകയാണ് ജയിലിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവർ ചർച്ച ചെയ്ത് ആകെ ടെൻഷനായിരിക്കുന്ന സമയത്താണ് ആ രണ്ട് വനിതാ പോലീസുകാർ ആ സെല്ലങ്ങ് തുറന്ന് അകത്തേക്ക് വരികയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡിൻ്റെ കവർ അങ്ങ് നീട്ടുന്ന സമയത്ത് സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഫുഡ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, ആ ചപ്പാത്തിയാണ്, പിന്നെ ചിക്കൻ കറി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യേ ചപ്പാത്തി ചിക്കൻ കറിയൊന്നും ഞാൻ കഴിക്കത്തില്ല, എനിക്ക് വേണ്ട ഫുഡിൻ്റെ മെനു ഞാൻ പറയാം, എനിക്ക് അത് മാത്രം തന്നാൽ മതി, ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പോലീസുകാർക്ക് അങ്ങനെ ദേഷ്യം വരികയാണ്. കാരണം കിട്ടിയത് തിന്ന് ഇവിടെ നിൽക്കുക എന്നല്ലാതെ ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചങ്ങനെ കൊടുക്കുക എന്നുള്ള ഒരു മട്ടിൽ സുകുമാരി മുത്തശ്ശി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ പോലീസുകാർ മറ്റേ പോലീസുകാരത്തിനോട് പറയുന്നുണ്ട്, അതേ നമുക്കിന്ന് രാത്രി നല്ല പണിയായിരിക്കും എന്നാണ് തോന്നുന്നതെന്ന്, നല്ല ഇടി വെച്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ആ പോലീസുകാരി അർത്ഥമാക്കി പറയുന്നത്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അങ്ങ് വായടക്കാണ്. പിന്നെ അവർ ആ സെല്ലും പൂട്ടി അങ്ങ് പോകുന്ന സമയത്ത് സുകുമാരി മുത്തശ്ശിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി നമുക്ക് എന്തായാലും ചപ്പാത്തിയെങ്കിൽ ചപ്പാത്തി, കാരണം ഇവിടെ നിന്ന് ഓടിപ്പോകണമെങ്കിലെങ്കിലും ആരോഗ്യം വേണ്ടേ, ആരോഗ്യത്തിന് നമുക്ക് ഈ ചപ്പാത്തി തിന്നാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഗതികെട്ട പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലെ ആ ചപ്പാത്തി അങ്ങ് തിന്നാൻ പോവാണ്. വരുണാണെങ്കിൽ അവിടെ ഓഫീസിൽ ഭയങ്കര ടെൻഷനായിരിക്കുകയാണ്. കാരണം അവരുടെ അക്കൗണ്ടിൽ ഒരുപാട് തിരിമറികൾ നടന്നിട്ടുണ്ട്. ആ കമ്പനിയിൽ ഒരുപാട് തിരിമറികൾ നടന്നതൊക്കെ ഇവനങ്ങ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. കൂടെ അവൻ്റെ ക്യാബിനിൽ ഓപ്പോസിറ്റായിട്ട് ആ ബെഞ്ചമിൻ ഇരിക്കുന്നുണ്ട്. ഇവൻ എല്ലാ ടെൻഷനും ആ ബെഞ്ചമിനോട് തന്നെ നേരിട്ടങ്ങ് പറയാണ്. വരും പറയുന്നുണ്ട്, അച്ഛന് ഈ ഓഫീസിൽ നിന്ന് വിട്ടു പോയതിന് ശേഷം ഞാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം അച്ഛൻ ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. അതിന് ശേഷം ഇവിടെ ഒരുപാട് തിരിമറി നടന്നിട്ടുണ്ട്, ഒരുപാട് പണത്തിൻ്റെ അട്ടിമറിയൊക്കെയാണ് നടന്നത്, അത് ആരായിരിക്കും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഈ വരുൺ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പം ആലോചിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഈ ബെഞ്ചമിനാണ്, എല്ലാം ചെയ്തു വെച്ച കൂടെ നിൽക്കുന്ന ഈ ബെഞ്ചമിൻ തന്നെ ഇങ്ങനെ ഈ വരുണിനോട് പറയുന്നുണ്ട്, അത് പിന്നെ ഇവിടെ മുന്നേ ഇതുപോലെ അട്ടിമറിയൊക്കെ നടന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, ആ ചെറിയച്ഛനും ഗൗതമും ഇവിടെ ഉള്ള സമയത്ത് കുറച്ച് നടന്നിരുന്നു, അത് പിന്നെ അവരെ കയ്യോടെ പൊക്കിയതുകൊണ്ട് ഇപ്പോൾ അവരിവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അത് സാറേ അങ്ങനെ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കരുത്, ഈ ഓഫീസിൽ വേണമെങ്കിൽ ഇപ്പോഴും അവരുടെ ആരെങ്കിലുമൊക്കെ ഒരു സഹായികളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടാകുന്ന ഉറപ്പാണ്, അതൊക്കെ നന്നായിട്ട് അന്വേഷിച്ച് നോക്കണം എന്നൊക്കെ പറയണേ, ആരും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ബെഞ്ചമിനാണ് ആ ചതിയനെ എന്ന് വരുന്നതെന്നൊന്ന് ചിന്തിക്കാൻ മതിയായിരുന്നു. പക്ഷെ അത്രയും അവനെ അങ്ങ് വിശ്വസിച്ചിരിക്കണേ. വരണ് പിന്നെ നേരെ അവിടെ ആ അക്കൗണ്ടൻറ്റിനെ അങ്ങ് വിളിച്ചെന്നുണ്ട് ആ ക്യാബിനിലേക്ക്. അപ്പോൾ ആ അക്കൗണ്ടൻറ്റ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അക്കൗണ്ടൻറ്റിനോട് പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് തിരിമറി നടന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരേണ്ടത് നിങ്ങളാണ് ഇപ്പോൾ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം, വലിയൊരു അട്ടിമറിയാണ് നടന്നത് എന്നൊക്കെ ഇങ്ങനെ വരുന്ന ഈ അക്കൗണ്ടൻറ്റിനോട് പറയണേ. അപ്പോൾ ഈ അക്കൗണ്ടൻറ്റ് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് തന്നെ ഇരുന്ന് നോക്കിയിരുന്നത് സാർ, പക്ഷേ 3-4 മാസം ഞാനിവിടെ ലീവായിരുന്നു, ആ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്, അതുകൊണ്ട് തന്നെ അത് എങ്ങനെ സംഭവിച്ചു, ആരായിരുന്നു ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എത്രയും പെട്ടെന്ന് എടുക്കുക സാർ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് എടുക്കണം, പിന്നെ
ആവശ്യമുള്ളവരൊക്കെ ചോദ്യം ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടും നാളെ ആകുമ്പോഴത്തേന് ആ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ ക്യാബിനിൽ എത്തിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് വരണ് പറഞ്ഞിട്ട് ആ അക്കൗണ്ടൻ്റ് അടുത്ത് പോവാണ്. ബെഞ്ചമിൻ ഇതൊക്കെ ഈസി ആയിട്ട് അങ്ങനെ കേൾക്കുകയാണ് അവിടെ എടുത്തിരുന്നിട്ട്. ബെഞ്ചമിൻ പറയുന്നുണ്ട്, സർ ഇവിടെയുള്ള എല്ലാവരെയും സാറിന് നന്നായിട്ട് അറിയാമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒരു സേഫ്റ്റിക്ക് എല്ലാവരെയും അങ്ങ് കയറി ചോദ്യം ചെയ്തേക്ക്. അപ്പം ഞാനാണെങ്കിൽ സാറിൻ്റെ കൂടെ എല്ലാ പ്രശ്നത്തിനും ഉണ്ടാകും, എന്ത് സംഭവിച്ചാലും ഞാൻ തന്നെ സാറിൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ബെഞ്ചമിൻ അവിടെ നിന്ന് പോവാണ്. വരുന്ന് ഓക്കെ ബെഞ്ചമിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും പറയുന്നുണ്ട്, ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരാളെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് ഈ വരുണ്. അപ്പോൾ ബെഞ്ചമിനാണെങ്കിൽ നേരെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ആ ഗൗതമിന് കോൾ ചെയ്യാണ്. അവൻ ഗൗതമിന് കോൾ ചെയ്തിട്ട് ഇവനോട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്, എടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതെന്താ ഹാപ്പി ന്യൂസ് എന്നൊക്കെ ഇവൻ തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനേ നിൻ്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ ഈ കണിമംഗലം ഈ ഗ്രൂപ്പ് അങ്ങ് കുളം തോണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ വാക്ക് ഞാനങ്ങ് പാലിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ കോടികളുടെ അട്ടിമറിയാണ് നടന്നത്. അതൊക്കെ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കണ്ടോ. കാരണം ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കമ്പനി അങ്ങ് തകർത്ത് കൈ തരുന്നത് ഞാൻ കാണിച്ചു തരാം. അതും വലിയൊരു എമൗണ്ടാണ് ഈ വരുണിനും കുടുംബത്തിനും നഷ്ടമാകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന് രഹസ്യമായിട്ട് അവിടെ നിന്ന് കോൾ ചെയ്ത് ഈ ബെഞ്ചമിന് ഗൗതമിനോട് കാര്യം പറയുന്നു. ഗൗതമാണെങ്കിൽ ഇത് കേട്ട് ഭയങ്കര ഹാപ്പി ആവാണ്. കാരണം ഇവന് നല്ലൊരു സഹായമാണ് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ആ കമ്പനി തകർക്കുക എന്നുള്ള ലക്ഷ്യം. ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളെ സഹായിക്കാനും എല്ലാത്തിൻ്റെ പിന്നിലുള്ളത് എൻ്റെ പെങ്ങൾ സേറയാണെന്നുള്ള മറക്കരുത്. പിന്നെ ഈ പൈസ ഒക്കെ തന്ന് സഹായിച്ച അവളായതുകൊണ്ട് അവൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഓർമ്മയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ ഇവർ സൂചിപ്പിക്കുന്നതുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതെന്തായാലും ഞങ്ങൾ മറക്കത്തില്ല, അതൊക്കെ ഞങ്ങൾ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഫോൺ വെക്കാൻ. പിന്നെ നമ്മുടെ കണിമംഗലത്താണെങ്കിൽ രാധിക ആ കേസ് വിട്ടിട്ടില്ല. എന്തായിരിക്കും ആ ശ്യാമയുടെ കുഞ്ഞിന് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ തല പുകഞ്ഞാലോചിച്ച് പിന്നെ അവൾ ആ ഒരു മാഗസിൻ എടുത്ത് അങ്ങനെ നോക്കുകയാണ്. അവൾ ആ 2 ഫോട്ടോയും ശ്യാമയുടെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നതൊക്കെ അവളങ്ങനെ നോക്കുന്നുണ്ട്. അവളിങ്ങനെ മുഖം 2 കൈ വെച്ചൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് വരുൺ ഓഫീസിൽ നിന്ന് വരികയാണ്. സാധാരണ വരുൺ ആ കാറിൻ്റെ കാറിൽ കയറിയാൽ തന്നെ കോമ്പൗണ്ടിൽ കയറിയാൽ തന്നെ അറിയുന്ന ആളാണ് ഇവള് റൂമിൽ ചെന്നിട്ടും ഇവൾ അറിഞ്ഞിട്ടെന്നില്ല. അവൻ പറഞ്ഞ് ഇവളിങ്ങനെ നോക്കുമ്പോൾ ഇവള് ആ മാഗസിനിൽ അവർ 2 പേരും ഫോട്ടോ നോക്കുന്നത് തന്നെ കണ്ടിട്ട് ഇവന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. അപ്പോൾ ഇവന് അതേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, അല്ല നിങ്ങളെപ്പോഴാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം നിനക്ക് എന്താ പറ്റിയത്, നീ ഇവിടെ ഒന്നും അല്ലല്ലേ, എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ ഈ ഫയലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. ഈ മാഗസീനിൽ കണ്ടോ 2 പേരുടെയും ഫോട്ടോ ഒരുപോലെ ഇരിക്കുന്നു, ഞാനും ശ്യാമയോട് ഒരുപോലെ അല്ല ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവള് പറയുന്നുണ്ട്. ഇവള് ചോദിക്കുന്നുണ്ട്, അല്ല വരണേ ഇനി ഞാനായിരിക്കും ശ്യാമയുടെ മോള് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വരന് എന്തോ ഒരു സ്പാർക്ക് ഉള്ളിലൂടെ അങ്ങ് കയറുകയാണ്. കാരണം അത്രയും നല്ലൊരു ന്യൂസാണ് കേട്ടത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീയോ ഒന്ന് പോടി, എന്നോട് ഞാൻ മുന്നേ ഒന്ന് പറഞ്ഞതാ, ഇനി നീ ആയിരിക്കും അവളുടെ ആ മകളെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നീ എന്താ എന്നോട് പറഞ്ഞത്, വെറുതെ അപവാദം വിളിച്ച് വരുത്തരുത്, ഓരോ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോ അപവാദം ഉണ്ടാക്കുക എന്നല്ല നീ പറഞ്ഞത്, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞിരുന്നു, അതൊക്കെ ഞാൻ അന്നേ വിട്ടു, നീ അതൊക്കെ വിട്ടേ, അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് വരണേ എന്താ ഈ പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഞങ്ങൾ 2 പേരും ഒരുപോലെയല്ലേ, അപ്പോൾ അവരുടെ മകൾ ഞാനായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട്, നീ വെറുതെ അനാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരുണ് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ അവിടെ നിന്ന് മറികടന്ന് പോവാണ്. ഇവളാണെങ്കിൽ ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മുറുമുറു പറയാണ്. എന്നിട്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വരുണ് അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ സന്തോഷിക്കണ്ടേ, ഇത് മതി, ഇത് വെച്ച് നീ അങ്ങ് കയറിക്കോളും, ഇത് മതി ആവശ്യത്തിന് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇവൻ ഭയങ്കര ഹാപ്പി ആവാണ്. പിന്നെ ഇവൻ ആരും കാണാതെ പിന്നെ ശ്യാമക്ക് വിളിക്കുന്നത് കണ്ട്, ശ്യാമ അവിടെ വീട്ടിലാണെങ്കിൽ ശ്യാമയും നമ്മുടെ ഏടത്തെയും കൂടി ആരതിനോട് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ഇന്നാണ് മുത്തശ്ശിയും പ്രിയങ്കയും കോടതിയിൽ ഹാജരാകുന്ന ദിവസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ, പക്ഷേ അവരിനി പുറം ലോകം കാണുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ കേസ് എന്ന് പറയുന്നത് ലഹരിയാണ്. ലഹരിക്കെതിരെ ഇപ്പോൾ ഗവൺമെൻറ് ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽ പെട്ടാൽ പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് അവരിനി അവിടെ തന്നെ ജയിലിൽ കിടന്നോളും. കാരണം ഇവർ ജയിലിൽ കിടന്ന നമ്മുടെ വരുണിനും രാധികയ്ക്കും കുറച്ചെങ്കിലും സമാധാനം കിട്ടുമല്ലോ. അവരെ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇനി പോവില്ല. ഒരുപാട് കാലമായിട്ട് അവർ ശല്യം ചെയ്യുന്നതല്ല, ഇനി ആ ശല്യം ഉണ്ടാവില്ല. അവർ ഇനി ജയിലിൽ കുറേ കാലം അങ്ങ് സുഖമായിട്ട് ജീവിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ ആരതി ഇവരോട് പറയുമ്പോൾ ശ്യാമക്കും
അതുപോലെ നമ്മുടെ ഏടത്തിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വരുണ് വിളിക്കുന്നത്. വരുണ് വിളിച്ചിട്ട് ആരത്തിനോട് കാര്യം പറയുന്നുണ്ട്. ഇവള് അങ്ങനെ എന്നോട് ചോദിച്ചു, ശ്യാമയുടെ മകളാണോ എന്ന് ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവളാണെങ്കിൽ അത് സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്യാമൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശ്യാമക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എൻ്റെ മോള് പാവം, എൻ്റെ മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അവളോട് എല്ലാ ചോദ്യങ്ങൾക്കും അവളോട് ഭയങ്കര ഇഗ്നോർ ചെയ്യുന്നു വേണ്ട. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ചിലതിനൊക്കെ ഉത്തരം കൊടുത്തേക്കുക, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനാകും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യുന്നൊന്നുമില്ല, ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ഏകദേശം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ശ്യാമ മാഡത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഉടനെ തന്നെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആരതിക്ക് വീണ്ടും ഒരു കോള് വരാനാണ്. അപ്പോൾ കോള് വന്ന് കഴിഞ്ഞിട്ട് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ശ്യാമക്കും നമ്മുടെ ഏടത്തിക്കും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി വരികയാണ്, എന്തായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ശ്യാമയുടെ ചെറിയമ്മക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്തയാണ്, ഇന്നൊരു സന്തോഷ വാർത്തയുടെ ഒരു ചാകരയാണല്ലോ ചെറിയമ്മക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശിനെയും പ്രിയങ്കനെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അവർ പുറം ലോകം കാണുന്നില്ല, ഇനി അവർ ജയിലിൽ സുഖമായിട്ട് ജീവിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മോൾക്കൊന്ന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നുള്ള വിചാരമാണ് നമ്മുടെ ശ്യാമക്ക്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പിയായി സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയുടെയും കാര്യം ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അവരാ വാർത്തയൊക്കെ കേട്ട് കോടതിയിൽ നിന്ന് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ആ പോലീസിൻ്റെ അകമ്പടിയുടെ ഇങ്ങനെ പോവുകയാണ്, ഇനി ജയിലിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവരങ്ങനെ ജീപ്പിൽ കയറാൻ നേരത്തുണ്ടാവും ശരത്ത് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബേക്കിൽ. അപ്പോൾ ഇവരെ കാണുമ്പോൾ സുകുമാരി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുവരെ ഒരു വക്കീൽ പോലും അവർക്ക് വേണ്ടി ഹാജരായിട്ടില്ല. അപ്പോൾ പിന്നെ ജയിലിൽ നിന്ന് ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഈ പോലീസിനോട് പറയുന്നുണ്ട്, അയ്യോ ശരത്ത് സാറേ, ഞങ്ങളെ കാണാൻ വന്നതാണ്, ഞങ്ങളൊന്ന് പോയി കാണട്ടെ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പോലീസിൻ്റെ കയ്യും കാലും പിടിക്കുകയാണ്. അപ്പോൾ ആ പോലീസ് അങ്ങ് സമ്മതിക്കും. എന്നാൽ വേഗം പോയി വാ, കുറച്ച് നേരം ടൈം തരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി വേഗം ഓടിയിട്ട് ആ ശരത്തിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ശരത്തിനോട് കാര്യം പറഞ്ഞിട്ട്, എടാ ശരത്ത്, എൻ്റെ പൊന്നു മോനെ, നിനക്കറിയാം ഞങ്ങളെ കോടതി റിമാൻഡ് ചെയ്ത് ഞങ്ങൾ ജയിലിലാണ്, അത് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട്. ഇതുവരെ ആ ലഹരി എങ്ങനെ കച്ചവടം ചെയ്യുന്നത് പോലും ഒരു ബേസിക് പോലും ഇല്ലാതെ ഞങ്ങളെയാണ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം, ഞങ്ങൾക്കൊരു വക്കീൽ പോലും ഹാജരായിട്ടില്ല, സഹായിക്കാൻ ആരും ഇല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനോട് കെഞ്ചി സംസാരിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ശരത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അതേ നിങ്ങൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പോലീസുകാർ എന്നെയും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഇതേ ഭയങ്കര സ്ട്രിക്റ്റാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്കയെ നേരെ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടാ ശരത്തെ, ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് ആകെ പെട്ട അവസ്ഥയിലാണ്, ഞാനാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടതായിരുന്നു എൻ്റെ ജീവിതത്തിനെ കുറിച്ച്, ഒന്നും ആയില്ല, എല്ലാം വെള്ളത്തിലായി പോയി, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കര കയറണം, ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ആരുമില്ല, ആരും വന്നിട്ട് പോലുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും നീ ഇന്ന് ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കാല് പിടിച്ചവനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ അങ്ങനെ വിളിക്കണേ, അതേ മതി അത്രയും പറഞ്ഞാൽ മതി, വേഗം തിരിച്ചു പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേര് അങ്ങോട്ട് തിരിച്ച് വിളിക്കണേ. പിന്നെ ശരത്തിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നേരെ ആ ജീപ്പിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ അവരെ റിമാൻഡ് ചെയ്ത് ഇനി കാലാകാലം ജയിലിൽ കിടക്കേണ്ടി വരുമോ, അതോ ഇനി ശരത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് കണിമംഗലത്ത് രാധിക നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും ഇനി ശ്യാമ പറയാൻ പോകുന്ന ആ സ്റ്റോറി, ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനി അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവൾ അവിടെ TV ഒക്കെ ഓൺ ചെയ്ത് ആ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കണേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല മോള് നേരത്തെ തന്നെ എത്തിയല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ശ്യാമ മേഡത്തിൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്, അതിൻ്റെ എന്താ അറിയേണ്ടതെന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് പറയാണ്. അപ്പോൾ മോള് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആ അവതാരിക ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റോറി എന്തായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്യാമ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈപ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമനെ കാണിക്കുന്ന ആ ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നാളത്തെ എപ്പിസോഡിലൊക്കെ എന്തായാലും പറയുമായിരിക്കും. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും പിന്നെ ഐശ്വര്യ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ നടന്നതും ഒക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ മിക്കവാറും നമ്മുടെ ശ്യാമയും രാധികയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സീന് ഉടനെ തന്നെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.